വിവാദങ്ങൾക്കിടെ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടിപ്പിക്കുന്ന ലോക സാംസ്കാരികോത്സവം ഇന്ന് ദില്ലിയിൽ തുടങ്ങും. അതേസമയം പരിപാടി നടത്തണമെങ്കിൽ വൈകുന്നേരം 4 മണിക്കുള്ളിൽ 5 കോടി രൂപ പിഴയടക്കണമെന്ന് ട്രൈബ്യൂണൽ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ജയിലിൽ പോയാലും പിഴയടക്കില്ലെന്ന് ശ്രീ രവിശങ്കറും വ്യക്തമാക്കി. വൈകുന്നേരം 5 മണിക്കാണ് ആർട്ട് ഓഫ് ലിവിംഗ് സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടകൻ. ഉദ്ഘാടനത്തിന് മുമ്പ് 5 കോടി രൂപ പിഴയടക്കണമെന്നാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. എന്നാൽ പിഴയടക്കില്ലെന്നും ജയിലിൽ പോകാൻ തയ്യാറാണെന്നും ശ്രീ രവിശങ്കർ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ട്രൈബ്യൂണൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് നിർണായകം. മുതിർന്ന BJP നേതാവ് LK അദ്വാനി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ചടങ്ങിൽ നിന്ന് മുഖ്യാതിഥിയായിരുന്ന സിംബാബ്വെ പ്രസിഡന്റ് റോബർട്ട് മുഗാബെ പിന്മാറിയിരുന്നു. രാഷ്ട്രപതി പ്രണബ് മുഖർജിയും സമ്മേളനത്തിൽ നിന്ന് പിന്മാറി. പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന ഒന്നും ചെയ്തില്ലെന്നും അനുമതി നിഷേധിച്ചാൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും BJP MPയും ആർട്ട് ഓഫ് ലിവിംഗ് പ്രവർത്തകനുമായ മഹേഷ് ഗിരി വ്യക്തമാക്കിയിട്ടുണ്ട്. യമുന നദീതീരം നിരപ്പാക്കിയും കൃഷിയിടം നശിപ്പിച്ചുമാണ് വേദി നിർമ്മിച്ചത്. ആർട്ട് ഓഫ് ലിവിംഗ് പരിപാടിക്കായി ഇന്ത്യൻ ആർമി തന്നെ യമുന നദിക്ക് കുറുകെ നിർമ്മിച്ചു നൽകിയ പാലമാണിത്. സ്വകാര്യ ചടങ്ങിനായി ഇന്ത്യൻ സൈന്യത്തെ വിട്ടു നൽകിയതോടുകൂടിയാണ് പ്രതിരോധ മന്ത്രാലയം വിവാദങ്ങളിൽ സ്ഥാനം പിടിച്ചത്. സമ്മേളനത്തിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2.5 കോടി രൂപ നൽകുകയും ചെയ്തിരുന്നു. കർഷകരെ പൂർണ്ണമായി സ്ഥലത്ത് നിന്ന് കുടിയൊഴിപ്പിച്ചു. ഇതിനെതിരെയുള്ള കർഷകരുടെ അനിശ്ചിതകാല നിരാഹാര സമരം വേദിക്ക് സമീപം തുടരുകയാണ്. ഇതിനിടെയാണ് യമുന നദീതീരം നിരപ്പാക്കിയുള്ള ആർട്ട് ഓഫ് ലിവിംഗിന്റെ 35ാം വാർഷിക ദിനാഘോഷത്തിനായി അരങ്ങൊരുങ്ങുന്നത്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കോടതിയലക്ഷ്യ കേസിൽ മന്ത്രി KC ജോസഫ് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മന്ത്രി കോടതിയോട് അപേക്ഷിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് 12:30 ഹാജരാകാൻ കോടതി ഉത്തരവിട്ടത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെ മന്ത്രി KC ജോസഫ് നടത്തിയ പ്രസ്താവന കോടതി അലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി V ശിവൻകുട്ടി MLA ആണ് ഹർജി സമർപ്പിച്ചിരുന്നത്. UDF കൺവീനർ PP തങ്കച്ചന്റെ മാപ്പപേക്ഷ സോളാർ കമ്മീഷൻ ഇന്ന് പരിഗണിക്കും. കമ്മീഷൻ മുൻവിധിയോടെ പെരുമാറുന്നുവെന്നതടക്കമുള്ള തന്റെ പ്രസ്താവനയിൽ ഖേദിക്കുന്നതായി അഭിഭാഷകൻ മുഖേന തങ്കച്ചൻ കമ്മീഷനെ അറിയിച്ചിരുന്നു. തന്റെ പ്രസ്താവന പെട്ടെന്നുള്ള വികാരാവേശത്തിൽ നിന്നുണ്ടായതാണ്. യഥാർത്ഥ വസ്തുതകൾ പഠിക്കാതെയും ചുറ്റുമുള്ള ചിലരുടെ അപക്വമായ അഭിപ്രായങ്ങൾ വിശ്വസിച്ചും നടത്തിയ പ്രസ്താവന കമ്മീഷന് പ്രയാസമുണ്ടാക്കിയതിൽ ഖേദിക്കുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ തങ്കച്ചൻ പറഞ്ഞിരുന്നു. തങ്കച്ചന്റെ സത്യവാങ്മൂലത്തോടൊപ്പം സർക്കാർ ഇന്ന് സമർപ്പിക്കുന്ന സത്യവാങ്മൂലവും കമ്മീഷൻ പരിഗണിക്കും. അതേസമയം സരിത ഇന്ന് കമ്മീഷൻ മുമ്പാകെ ഹാജരാകില്ലെന്നാണ് സൂചന. കൂടുതൽ അവധി ആവശ്യപ്പെട്ട് സരിതയുടെ അഭിഭാഷകൻ ഇന്ന് അപേക്ഷ സമർപ്പിച്ചേക്കും. ചെമ്പു പഞ്ചായത്തിലെ അറാതുകരി നെൽപ്പാടം നികത്താൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് CPMന്റെ നേതൃത്വത്തിൽ അറാതുകരി പാടത്ത് കൊടിനാട്ടിയും കുടിൽക്കെട്ടിയും സമരം ആരംഭിച്ചു. സമരത്തിന്റെ ആദ്യഘട്ടമായാണ് തലയോലപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ALML നിന്ന് ആരംഭിച്ച ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. ഭൂപരിഷ്കരണ നിയമങ്ങളെ കാറ്റിൽ പറത്തിയാണ് സമൃദ്ധി വില്ലേജ് പ്രൊജക്ട് പദ്ധതിക്കായി വൈക്കത്തെ അറാതുകരി പാടത്ത് 150.73 ഏക്കർ നിലം നികത്താൻ സ്വകാര്യ കമ്പനിക്ക് UDF സർക്കാർ അനുമതി നൽകിയത്. ഈ വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവന്റെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകർ പാടത്ത് കൊടിനാട്ടി കുടിൽക്കെട്ടി സമരം ആരംഭിച്ചത്. പിടിച്ചെടുത്ത അറാതുകരിയിൽ വരും ദിവസങ്ങളിൽ ഭൂരഹിതരെ കണ്ടെത്തി ഇവിടുത്തെ മിച്ചഭൂമിയിൽ കുടിൽക്കെട്ടി താമസയോഗ്യമാക്കുമെന്ന് VN വാസവൻ വ്യക്തമാക്കി. ഈ ഭൂമി ഒരു കാരണവശാലും നികത്താൻ പാടില്ല. ഇത് സംരക്ഷിച്ച് നെൽകൃഷി നടത്തണം. ഒപ്പം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പാരിസ്ഥിതിക പ്രശ്നം സൃഷ്ടിക്കാൻ ഇടയുള്ളതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നികത്താൻ അനുവദിച്ചുകൂടാ. ഇത് വളരെ ബോധപൂർവവും ആസൂത്രിതവുമായി ഭൂമാഫിയെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് എടുത്ത വഴിവിട്ട നീക്കങ്ങളാണ്. സമൃദ്ധി വില്ലേജ് പ്രോജക്ട് പദ്ധതിക്കായി നികത്താൻ ഉദ്ദേശിക്കുന്ന പാടശേഖരങ്ങൾ കൃഷിയോഗ്യമാക്കി വിതയ്ക്കാൻ ആരംഭിക്കും. ഇതിനുള്ളിലുള്ള തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാനും പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനും നടപടികൾ എടുക്കണമെന്ന ആവശ്യവും പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയർന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി പ്രൊഫസർ MT ജോസഫ്, KSK2 ജില്ലാ സെക്രട്ടറി PN തങ്കപ്പൻ, CPIM ഏരിയ സെക്രട്ടറി K ശെൽവരാജ്, വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MY ജയകുമാരി, മറവന്തുരുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഹരിക്കുട്ടൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓൺലൈൻ ടാക്സി രംഗത്തേക്കൊരു കൊച്ചി മാതൃക. യൂബർ, ഒലെ മാതൃകയിൽ കൊച്ചിയിൽ പുതിയ ഓൺലൈൻ ടാക്സി സംവിധാനം നിലവിൽ വന്നു. എറണാകുളം ജില്ലാ കാർ ഡ്രൈവേഴ്സ് വെൽഫെയർ സൊസൈറ്റിയാണ് സംരംഭത്തിന് പിന്നിൽ.
കേരള ടാക്സി എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് നിർവഹിച്ചു. സ്മാർട്ട് ഫോൺ കയ്യിലെടുക്കുക, പ്ലേ സ്റ്റോറിൽ നിന്ന് കേരള ടാക്സി എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. സംഭവം സിമ്പിൾ. യൂബർ, ഒലേ മാതൃകയിൽ ടാക്സി സേവനം വിരൽ തുമ്പിൽ. വൻകിട കമ്പനികളുടെ മത്സരത്തിൽ നിന്ന് ടാക്സി തൊഴിലാളികളെ രക്ഷിക്കുക, ഇതോടൊപ്പം ടാക്സി സേവനത്തിലും ഗുണനിലവാരത്തിലും കാലാനുഗതമായ മാറ്റം വരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേരള ടാക്സിയുടെ രംഗപ്രവേശം. യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും വേണ്ടി വ്യത്യസ്ത മൊബൈൽ ആപ്പുകളും യാത്രകൾ മുൻകൂറായി ബുക്ക് ചെയ്യുന്നതിനായി www.keralataxi.co എന്ന വെബ്സൈറ്റും തയ്യാറായതായി സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. കേരള ടാക്സിയുടെ ലോഗോ പ്രകാശനം CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി P. രാജീവ് നിർവഹിച്ചു. നിലവിലുള്ള നിയമാനുസൃതമായിട്ടുള്ള ടാക്സി സർവീസ് കാര്യക്ഷമമാക്കുക. ഇപ്പോൾ ഓൺലൈൻ ടാക്സികളുടെ ഒരു പ്രശ്നം നിയമവിരുദ്ധമാണെന്നുള്ളതാണ്. കാരണം കേരളത്തിൽ ടാക്സി ആയിട്ട് ഓടണമെങ്കിൽ ടാക്സി പെർമിറ്റ് എടുക്കണം. അതുപോലെ ജുഡീഷ്യൽ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള റേറ്റ് ഉണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ 100 ഡ്രൈവർമാരാണ് പദ്ധതിയിലുള്ളതെങ്കിലും പിന്നീട് 3000-ഓളം പേരിലേക്ക് വ്യാപിപ്പിക്കും. ഉപഭോക്താക്കൾക്കായി ഓൺലൈൻ പേയ്മെന്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ അംഗീകരിച്ച നിരക്കിൽ മിനിമം ചാർജ് 150 രൂപയും കിലോമീറ്ററിന് 10 രൂപയുമാണ് ഈടാക്കുക. രജിസ്റ്റേർഡ് ഡ്രൈവർമാർക്ക് ആർക്കും കേരള ടാക്സിയിൽ അംഗങ്ങളാകാം. ഇവർക്ക് സ്മാർട്ട് ഫോണും പരിശീലനവും സൊസൈറ്റി നൽകും. ഓട്ടോറിക്ഷകളിലും ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതായും ഭാരവാഹികൾ കൊച്ചിയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും നാളെയും AKG സെന്ററിൽ ചേരും. 13-ന് സംസ്ഥാന കമ്മിറ്റിയും ചേരും. ജില്ലാ കമ്മിറ്റികൾ നൽകിയ പട്ടിക പരിശോധിച്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയുണ്ടാകും. പ്രസ്തുത പട്ടിക വീണ്ടും ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ചു നൽകി 16-ന് സെക്രട്ടേറിയറ്റ് വീണ്ടും ചേർന്ന് അന്തിമ രൂപം നൽകും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് തുടങ്ങിയവർ പങ്കെടുക്കും. UDF-ലെ സീറ്റ് വിഭജനം കീറാമുട്ടിയായി തുടരുന്നു. കേരള കോൺഗ്രസ് മാണി, ജേക്കബ് വിഭാഗങ്ങളുമായി ജനതാദൾ യുണൈറ്റഡുമായും കോൺഗ്രസ് നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ പരാജയപ്പെട്ടു. ഘടകകക്ഷികൾക്ക് അധിക സീറ്റുകൾ നൽകാനാവില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചുനിന്നതോടെയാണ് ചർച്ചകൾ അലസിയത്. കേരള കോൺഗ്രസ് മാണി, കേരള കോൺഗ്രസ് ജേക്കബ്, ജനതാദൾ യുണൈറ്റഡ് എന്നീ കക്ഷികളുമായി കോൺഗ്രസ് നടത്തിയ സീറ്റ് വിഭജന ചർച്ചകളാണ് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണ മത്സരിച്ച 15 സീറ്റുകൾക്ക് പുറമെ 3 സീറ്റുകൾ അധികം വേണമെന്ന മാണി വിഭാഗത്തിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചില്ല. മാത്രമല്ല, കേരള കോൺഗ്രസിൽ നിന്നും പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകൾ കോൺഗ്രസ് തിരികെ ആവശ്യപ്പെട്ടു. എന്നാൽ പേരാമ്പ്ര, ആലത്തൂർ, തളിപ്പറമ്പ് എന്നീ സീറ്റുകളിലല്ലാതെ വെച്ചുമാറലിന് പോലും തയ്യാറല്ലെന്ന് കേരള കോൺഗ്രസും നിലപാടെടുത്തു. ഇതോടെയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. അങ്കമാലി അടക്കം 4 സീറ്റുകളെന്ന കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ ആവശ്യവും കോൺഗ്രസ് അംഗീകരിച്ചില്ല. അങ്കമാലി നൽകാനാവില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. അതേസമയം അങ്കമാലി കോൺഗ്രസിന് വിട്ടു നൽകില്ലെന്ന് പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂർ വ്യക്തമാക്കി. അങ്കമാലി സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാർട്ടിക്ക് കഴിയില്ല. 4 സീറ്റ് ഞങ്ങൾ അവകാശപ്പെട്ടു, അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ 3 സീറ്റിന്റെ കാര്യത്തിൽ പുറകോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. 4 വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. പുതുതായി 1 സീറ്റടക്കം മൊത്തം 8 സീറ്റുകൾ വേണമെന്ന ജനതാദൾ യുണൈറ്റഡിന്റെ ആവശ്യവും കോൺഗ്രസ് ചെവിക്കൊണ്ടില്ല. പല സീറ്റുകളും വെച്ചുമാറണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെടാതിരുന്നതോടെ ചർച്ച വഴിമുട്ടി. ഞങ്ങൾ ഇന്ന് സീറ്റിന്റെ കാര്യം സംസാരിച്ചത് അത് മുഴുവൻ തീരുമാനങ്ങളായിട്ടില്ല. അതേസമയം കുന്നംകുളം സീറ്റ് നൽകാമെന്ന് CMPക്ക് കോൺഗ്രസ് ഉറപ്പു നൽകി. എന്നാൽ മൊത്തം 3 സീറ്റുകൾ വേണമെന്ന CMPയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. KPCC അധ്യക്ഷൻ VM സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരാണ് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയത്. ആർക്കും അധിക സീറ്റുകൾ നൽകേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കവേ വരും ദിവസങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകളും സങ്കീർണമാവും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസിന്റെ പിളർപ്പോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ UDF നേതൃത്വം. കേരള കോൺഗ്രസ് മത്സരിക്കുന്ന തിരുവല്ല മണ്ഡലത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും സാധിക്കുമോ എന്ന സംശയത്തിലാണ് UDF. അതിനിടെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ UDF ഘടകകക്ഷികൾക്ക് നൽകിയ ഏക സീറ്റാണ് തിരുവല്ല. കേരള കോൺഗ്രസ് M ആണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ സീറ്റിൽ മത്സരിക്കുന്നതും. ഇത്തവണ ജോസഫ് M പുതുശ്ശേരിയായിരുന്നു മത്സരത്തിന് തയ്യാറായത്. അതിനിടയിലാണ് കോൺഗ്രസ് M പിളർന്നതും. ജില്ലയിൽ നല്ലൊരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും ഫ്രാൻസിസ് ജോർജിനോടൊപ്പം ചേർന്നു. ഈ ഒരു സാഹചര്യത്തിൽ തിരുവല്ല മണ്ഡലത്തിൽ കേരള കോൺഗ്രസിന് വലിയ ഒരു പരാജയം നേരിടേണ്ടി വരുമെന്നാണ് UDF കണക്കുകൂട്ടൽ.
അതിനിടെ തിരുവല്ല മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു. കാലങ്ങളായി ഇടതുപക്ഷം വിജയിക്കുന്നിവിടെ ഇത്തവണ ഈ പ്രത്യേക സാഹചര്യത്തിൽ ജോസഫ് എം പുതുശ്ശേരി മത്സരിക്കുമോ എന്നത് ഏവരും ഉറ്റുനോക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. അരൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അവഗണിച്ച് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുവാനുള്ള KPCC നീക്കത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധം ശക്തം. കഴിഞ്ഞ തവണ 15,000-ത്തിലധികം വോട്ടുകൾ വാങ്ങി പരാജയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ഒഴിവാക്കണമെന്ന പരാതി നിലനിൽക്കുന്നതിനിടയിലാണ് പുതിയ നീക്കം നടക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസ് പട്ടിക പൂർത്തിയാകും മുൻപ് തന്നെ കോൺഗ്രസിനുള്ളിൽ തർക്കം രൂക്ഷമാകുന്നു. ജില്ലയിലെ 9 സീറ്റുകളിൽ 5 മാത്രമാണ് കോൺഗ്രസിന്റെ പുതിയ സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിക്കാനൊരുങ്ങുന്നത്. KPCC പട്ടിക പ്രകാരം അരൂരിൽ സിനിമാ നടൻ സിദ്ദീഖ് മത്സരിക്കാനെത്തുമെന്ന വാർത്തകൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. KPCC സെക്രട്ടറി അബ്ദുൽ ഗഫൂർ ഹാജി, ഒരു കാരണവശാലും പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ ആരും ശ്രമിച്ചായിട്ട് എൻ്റെ ശ്രദ്ധ വന്നിട്ടില്ല. സിദ്ദീഖിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. VM സുധീറിനെ പോലെ ഒരാൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരിക്കുന്നത്രയും കാലം 100% പൊളിറ്റിക്കൽ മണ്ഡലമായ അരൂർ നിയോജക മണ്ഡലത്തിൽ ഒരിക്കലും ഇതുപോലുള്ള സിനിമാ താരത്തെ വെച്ച് പരീക്ഷിക്കാൻ VM സുധീരൻ തയ്യാറാകില്ലെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കുട്ടനാട് സീറ്റ് കോൺഗ്രസിന് വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കുട്ടനാട് വിട്ടുതരില്ല എന്ന് KM മാണി തന്നെ നിലപാട് വ്യക്തമാക്കിയതോടെ ഈ സാധ്യതയും മങ്ങി. തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൻ്റെ ശക്തി മേഖലയാണ്. ആ കുട്ടനാട് സീറ്റ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ പരമ്പരാഗതമായി കുട്ടനാട് കേരള കോൺഗ്രസിൻ്റെ ഒരു മേഖലയാണ്. ഇത്തവണ ജനകീയരായ സ്ഥാനാർത്ഥികൾ വന്നില്ലെങ്കിൽ ജില്ലയിലെ UDFന്റെ സ്ഥിതി പഴയതിലും താഴെ പോകാൻ സാധ്യതയുള്ളതായാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തരായ സ്ഥാനാർത്ഥികളെ മണ്ഡലത്തിൽ നിലനിർത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. താൻ ഒളിച്ചോടിയതല്ലെന്ന് വിജയ് മല്യയുടെ വിശദീകരണം. ട്വിറ്ററിലാണ് വിജയ് മല്യയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി മനുശങ്കർ ചേരുകയാണ്. മനു, ഇത്രയധികം സംഭവ വികാസങ്ങൾ ഉണ്ടായതിനു ശേഷം വിജയ് മല്യയുടെ ആദ്യ പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്താണ് വിജയ് മല്യ വ്യക്തമാക്കിയിരിക്കുന്നത്? അഞ്ജു, ഇപ്പോൾ ആദ്യ പ്രതികരണം വിജയ് മല്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. താൻ ഒളിച്ചോടിയതെല്ലാം, ഇത്തരത്തിൽ മാധ്യമ വിചാരണ ശരിയല്ല. താൻ ഒരു അന്താരാഷ്ട്ര ബിസിനസ്സുകാരനാണ്. ചില ബിസിനസ് ആവശ്യങ്ങളുടെ ഭാഗമായാണ് താൻ ലണ്ടനിലേക്ക് മടങ്ങിയതെന്നും ഈ ലണ്ടനിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം താൻ 2 മാസം മുമ്പേ പൊതുസമൂഹം മുമ്പാകെ അറിയിച്ചിരുന്നതാണ് എന്നുകൂടിയാണ് വിജയ് മല്യ വ്യക്തമാക്കിയത്. അതിനാൽ തന്നെ ഒരു പാർലമെന്റ് പ്രതിനിധി എന്ന നിലയിൽ താൻ ഇന്ത്യയിലെ ഭരണഘടനയെയും ഒപ്പം കോടതി വ്യവസ്ഥകളെയും പൂർണ്ണമായും മാനിക്കുന്നുണ്ടോ എന്നും ഈ ഇന്ത്യയിലെ നിയമ സാഹചര്യങ്ങളും നിയമകാര്യങ്ങളും പാലിക്കുവാൻ താൻ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ബാധ്യസ്ഥനാണെന്നും ഇതെല്ലാം പൂർണ്ണമായി അറിയാമെന്നും കൂടിയാണ് വിജയ് മല്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇതൊരു ഒളിച്ചോട്ടമല്ല, പകരം ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ ലണ്ടനിൽ എത്തിയതെന്നും ലണ്ടനിലേക്ക് താമസം മാറ്റുവാണെന്നുള്ള കാര്യം 2 മാസം മുമ്പേ അറിയിച്ചിരുന്നതാണെന്നും മാധ്യമങ്ങൾ വെറുതെ തന്നെ വിചാരണ ചെയ്യുകയാണെന്നുമാണ് വിജയ് മല്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ മല്യയോട് കോടതിയിൽ ഹാജരാകാൻ നോട്ടീസ് നൽകണമെന്ന് സുപ്രീം കോടതി ബെഞ്ച് തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വഴിയും മല്യയുടെ രാജ്യസഭയിലെ ഔദ്യോഗിക ഇമെയിൽ വിലാസവും വഴിയും 2 ആഴ്ചയ്ക്കുള്ളിൽ കോടതിയിൽ ഹാജരാകണമെന്ന് മല്യയ്ക്ക് നോട്ടീസും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മല്യയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറമെ മറ്റു ചില ബാങ്കുകളിൽ നിന്നുകൂടി 900 കോടി രൂപയാണ് മല്യ കടം വാങ്ങിയതും തുടർന്ന് തിരിച്ചടയ്ക്കാതിരിക്കുകയും തുടർന്ന് ബാങ്കുകളുടെ കൺസോർഷ്യം തന്നെ ഇത് തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നത്. മല്യയുടെ പാസ്പോർട്ടും മറ്റും പിടിച്ചടക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അറ്റോർണി ജനറൽ തന്നെ മല്യ ഈ മാസം 2-ാം തീയതി തന്നെ രാജ്യം വിട്ടു എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആദ്യ പ്രതികരണവുമായി മല്യ രംഗത്തെത്തിയിരിക്കുന്നത്. അഞ്ജു, മനു, ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ വിദേശയാത്രകൾ സ്വാഭാവികം എന്ന തരത്തിലുള്ള ട്വീറ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ CBI തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി കാര്യങ്ങൾ ഏത് രീതിയിലാകും മുന്നോട്ട് പോകുക?
അഞ്ജു, നിലവിൽ എന്തായാലും മല്യയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ മല്യ ഇനി ഈ കോടതി മുമ്പാകെ 2 ആഴ്ചയ്ക്ക് ഹാജരാകുമോ എന്നതാകും ശ്രദ്ധേയമായ കാര്യം. നിലവിൽ ഇത്തരത്തിലൊരു ന്യായീകരണം എന്തായാലും മല്യയുടെ ഭാഗത്തുനിന്ന് എത്തുന്നത് ശുഭപ്രതീക്ഷയാണ് എന്നാണ് ഇപ്പോൾ എന്തായാലും നിയമ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. നിലവിൽ ഈ മല്യ ഈ ഒരു കോടതി നോട്ടീസിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് സംബന്ധിച്ചുള്ള കാര്യം ആകാംക്ഷയോടെ തന്നെയാണ് ലോകം ഉറ്റുനോക്കിയത്. നിലവിൽ മല്യ എവിടെയാണെന്നോ ലണ്ടനിൽ ഏത് ഭാഗത്താണ് താമസിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളും വിവരങ്ങളും ഒന്നും മല്യ പുറത്തുവിട്ടിരുന്നില്ല. സാധാരണഗതിയിൽ ലണ്ടനിലെ വസതിയിൽ മല്യ ഉണ്ടോ എന്നത് പോലും വ്യക്തമായി അറിഞ്ഞിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്ന കാര്യവും മറ്റും മല്യ അറിഞ്ഞിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാവുകയാണ്. ഇനി ഈ നോട്ടീസിനോട് പ്രതികരിക്കാതിരിക്കാൻ മല്യക്ക് എന്തായാലും സാധിക്കില്ല. കോടതിയലക്ഷ്യ നടപടികളിലേക്ക് ഇനി ഒരുപക്ഷെ മല്യ ഹാജരായില്ലെങ്കിൽ പോകേണ്ടി വരും. അതിനുള്ള നിയമ നടപടിക്രമങ്ങളും മല്യ നേരിടേണ്ടി വരും. അത്തരത്തിൽ തന്നെ ഇനി 2 ആഴ്ചക്കകം ഹാജരാകുമോ, ഈ നോട്ടീസിന് എന്ത് മറുപടി നൽകും എന്നുള്ള കാര്യം തന്നെയാകും ശ്രദ്ധേയമായ കാര്യം. അഞ്ജു, എയർ ഹോസ്റ്റസ്മാർ തമ്മിലുള്ള വാക്കുതർക്കത്തെയും ഈഗോ ക്ലാഷിനെയും തുടർന്ന് എയർ ഇന്ത്യയുടെ ദില്ലി തിരുവനന്തപുരം സർവീസ് ഇന്നലെ 2 മണിക്കൂറിലേറെ വൈകി. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച എയർ ഇന്ത്യ ഗഗൻ പാൻസാലെ എന്ന എയർ ഹോസ്റ്റസിനെ സസ്പെൻഡ് ചെയ്തു. ഇന്നലെ വൈകിട്ട് 6:05 ദില്ലി തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. വിമാനം പുറപ്പെടേണ്ട സമയത്തിന് തൊട്ടുമുൻപ് എയർ ഹോസ്റ്റസ് സൂപ്രണ്ടും ജൂനിയർ എയർ ഹോസ്റ്റസും തമ്മിലുണ്ടായിരുന്ന സൗന്ദര്യപ്പിണക്കം സങ്കീർണമായി. ജൂനിയർ എയർ ഹോസ്റ്റസിനെ പുറത്താക്കുമെന്ന് സൂപ്രണ്ട് മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഗഗൻ പൻസാൽ എന്ന ജൂനിയർ എയർ ഹോസ്റ്റസ് തനിക്ക് ജോലി ചെയ്യാനാവില്ലെന്ന് അറിയിച്ചുകൊണ്ട് ക്ഷോഭത്തോടെ വിമാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വ്യോമയാന നിയമമനുസരിച്ച് വിമാനം പുറപ്പെടണമെങ്കിൽ ചുരുങ്ങിയത് 5 എയർ ഹോസ്റ്റസ്മാരെങ്കിലും വിമാനത്തിൽ ഉണ്ടാവണം. ഒരാൾ പോയതോടെ പുതിയൊരാളെ വിളിച്ചു വരുത്തിയതിനു ശേഷം മാത്രമേ വിമാനം പുറപ്പെടാനാകൂവെന്ന് എയർ ഇന്ത്യ അധികൃതർ യാത്രക്കാരെ അറിയിച്ചു. ഡ്യൂട്ടിയിലില്ലാതിരുന്ന ഒരാളെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തുന്നതുവരെ വിമാനം പുറപ്പെടാനായില്ല. CPIM നേതാക്കളായ പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രൻ പിള്ള, MP-മാർ, IAS ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ നിരവധി പേർ വിമാനത്തിലുണ്ടായിരുന്നു. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരുടെ അച്ചടക്ക ലംഘനം മൂലം സർവീസ് വൈകുന്നതിൽ യാത്രക്കാർ ശക്തമായി പ്രതിഷേധിച്ചു. ഗഗൻ പൻസാലിനെ സസ്പെൻഡ് ചെയ്ത കാര്യം അറിയിച്ച എയർ ഇന്ത്യ അധികൃതർ യാത്രക്കാരോട് പലതവണ മാപ്പ് പറഞ്ഞു. സർവീസ് വൈകിയതിന് ഉത്തരവാദിയായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും ആവശ്യപ്പെട്ട് യാത്രക്കാർ എയർ ഇന്ത്യക്ക് പരാതിയും നൽകി. ന്യൂസ് ഡെസ്ക്.